ഹലോ റിതം ഓഫ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പംകിൻ ബണ്ണാണ് കേട്ടോ. നല്ല പഴുത്ത മത്തൻ വെച്ചിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ നല്ല പഴുത്ത മത്തൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പീസാക്കിയിട്ട് ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് പീസാക്കിയിട്ട് നമ്മളൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആവിയിൽ വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു കുക്കറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലോട്ട് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പാത്രത്തിലുള്ള ഈ ഒരു മത്തൻ അതോടെ കുക്കറിലോട്ട് ഇറക്കി വെക്കുകയാണ്. ഇനി ഇത് നമുക്ക് 2 വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമ്മളൊരു ഗ്ലാസ്സിൽ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം ചൂടാവരുത് കേട്ടോ, ഒരു ചെറിയ ചൂട് മതി. ഇനി അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ ഈസ്റ്റാണ്. അത് ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണേ, അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. കൂടെ ഇത്രയും വലുപ്പമുള്ള ഒരു ചെറിയൊരു കറുവാപ്പട്ടേൻ്റെ പീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടാണ് ഞാനിവിടെ പൊടിച്ചു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 കിലോ മൈദപ്പൊടിയാണ് കേട്ടോ. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതേ മിക്സിയുടെ ജാറിലോട്ട് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മത്തനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്ത് ആക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കുന്നില്ലേ, അങ്ങനെ നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി ഞാൻ നമ്മുടെ ആ പൊടിയിലോട്ട് നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുള്ള ആ മത്തനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 1/4 കപ്പോളം ഉണ്ടാവും കേട്ടോ. അരച്ചിട്ട് ഒരു 1/4 കപ്പോളം മാത്രമേ ഉള്ളൂ. ഇനി അതിലോട്ട് നമ്മൾ പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ വെള്ളം ഇത്ര മതിയാവില്ല, അപ്പോൾ അതുകൊണ്ട് അതിലോട്ട് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യം അനുസരിച്ച് ചെറിയ ചൂടുള്ള വെള്ളം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് കുഴച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലല്ല കേട്ടോ ഇത് കുഴച്ചെടുക്കണ്ടേ. അതിലും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. കയ്യിലൊക്കെ ഒരു ഒട്ടുന്ന പരുവത്തിലാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കുഴച്ചെടുക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. അതല്ല ഒരുപാട് വെള്ളം അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ വേഗം തന്നെ അതിന് വെള്ളം ഏറിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കുഴച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടുന്ന പരുവത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി വെതറിയതിന് ശേഷം നമ്മൾ അവിടെ ഇട്ടിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കുഴച്ചെടുക്കുമ്പം കയ്യിൽ ഒട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കയ്യിൽ പൊടി ആക്കിയതിന് ശേഷം ഇങ്ങനെ കുഴച്ചെടുക്കാം. നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായി കുഴച്ച് സോഫ്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു പാത്രത്തിലോട്ട് തന്നെ മാറ്റുകയാണ്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിൻ്റെ ഒരു ഡബിൾ സൈസ് ആവുന്നത് വരെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കണക്കെന്ന് വെച്ചാൽ. ഒരു 2 മണിക്കൂറൊക്കെ മതിയാവും. നമ്മൾ ഈ ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ 2 മണിക്കൂറൊക്കെ മതിയാവും. അപ്പോൾ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ കുറച്ചധികം സമയം വെക്കേണ്ടി വരുമെന്ന് മാത്രം. ഇതിൻ്റെ ഒരു ഡബിൾ സൈസ് ആവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കണക്ക് കേട്ടോ. അപ്പോൾ അത്രയും സമയം നമ്മൾ കുറച്ചൊന്ന് മുകളിലൊന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അത്രയും സമയം ഇതൊന്ന് വെയിറ്റ് ചെയ്യട്ടെ. ഇപ്പോൾ നോക്കിയത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ കൗണ്ടർ ടോപ്പിലോട്ട് ഇടുന്നതിന് മുമ്പേ ആയിട്ട് അവിടെ കുറച്ച് പൊടി വെതറിയതിന് ശേഷം വേണം നമുക്ക് അവിടോട്ട് മാറ്റാനായിട്ട്. ഇനി ഇവിടെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണേ. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ഡിവൈഡ് ചെയ്യാൻ പോവാണ് കേട്ടോ.
അപ്പോൾ ഞാനിത് 8 ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിവൈഡ് ചെയ്യാം കേട്ടോ. ഇതിലും ചെറുത് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ കുറച്ചുകൂടെ വലുത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലുതാക്കിയിട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ ഇതൊരു നോർമൽ സൈസിലുള്ള ഒരു നോർമൽ ബണ്ണിൻ്റെ സൈസിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 8 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഓരോ പീസായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് നല്ല ബോളായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ കയ്യിൽ ഒട്ടുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലിടക്ക് കുറച്ച് പൊടിയാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഉള്ളിലോട്ട് മടക്കിയിട്ട് വേണേ നമുക്ക് ബോളാക്കി എടുക്കാനായിട്ട്. മാക്സിമം അതിൽ മടക്കില്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മടക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളത് ബേക്ക് ചെയ്ത് വരുമ്പം അതല്ലെങ്കിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് വരുമ്പം അതിൽ വിള്ളൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മടക്കില്ലാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഈ ഒരു ബോളാക്കി വൃത്തിയിൽ ബോളാക്കി എടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ചെയ്യുന്നത് കുക്ക് റേഞ്ചിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുക്ക് റേഞ്ച് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ഒരു മോഡൽ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഒരു വലിയ പാത്രത്തിൽ ചെറിയൊരു കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ട് അങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്നത്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താലും ശരിയാവും കേട്ടോ. ഇപ്പോൾ നമ്മൾ കുക്ക് റേഞ്ചിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലോട്ടുള്ള ട്രേയിലോട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടി വെതറി കൊടുത്തതാണ് കേട്ടോ. നമ്മളെ മൈദപ്പൊടി തന്നെയാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഒന്ന് പൊടി വെതറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ഓരോ ബോളായിട്ട് നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും, അപ്പോൾ അതിനുള്ളൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ 8 ബണ്ണും നമ്മളിപ്പോൾ റെഡിയാക്കി നമ്മുടെ ട്രേയിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിന് മുകളിലൊക്കെ ആയിട്ട് ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഒരു അരമണിക്കൂർ ഇതുപോലെ ഒന്ന് ഇരിക്കട്ടെ കേട്ടോ, ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ഒരു ഷൈനിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു കളറിനും അതുപോലെ തന്നെ ആ ഒരു ഷൈനിങ്ങിനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷേ അത് തേച്ച് കൊടുത്താലാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. ഇനി അതുപോലെ തന്നെ വെള്ള കളറുള്ള എള്ളുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല കേട്ടോ. ഇനി നമ്മൾ നേരെ കുക്കിംഗ് റേഞ്ചിലോട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു 180 ഡിഗ്രിയിലാണ് വെക്കുന്നത് കേട്ടോ. ഞാൻ തീ ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു 12 മിനിറ്റിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പുറത്തോട്ട് എടുക്കാം. ഇത് എടുക്കുന്ന ഈ ഒരു സമയത്ത് ഇത് നല്ല ഹാർഡായിട്ടാണ് കേട്ടോ ഇതിന് മുകൾ ഭാഗമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല. ഇനി എന്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കും. ആ ഒരു ചൂട് മാറുന്നത് വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ചൂടൊക്കെ മാറി നമ്മൾ തുണിയൊക്കെ മാറ്റി നോക്കുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കരിയാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി ക്രീം ബണ്ണോ അതല്ലെങ്കിൽ സാൻഡ്വിച്ചോ ബർഗറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി അതല്ല നിങ്ങൾക്ക് തനിച്ച് കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.